പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥം രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പ് സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ,
എന്നേക്കും ആമേൻ. മക്കളെ, പിന്നെ ഉണ്ടല്ലോ, നമ്മളെ ഒരു സ്ഥലത്ത് ഒരു ഏടാകൂടൊക്കെ ഉണ്ടായെന്ന് വിചാരിച്ചു. ഇപ്പം നീ ഒരു കൂട്ടുകച്ചവടക്കാരൻ കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങി 50,000 രൂപ വെച്ചാൽ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചോടത്തിന് അഡ്വാൻസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പം നീ എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ, ഇതുപോലെ കുഴപ്പമുണ്ടാകുക മുടിവാണാ. പക്ഷേ ഇനി പറഞ്ഞൊരു കാര്യമുണ്ട്, 50,000 രൂപ പോയില്ലേ, 50,000 രൂപ പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയതങ്ങോട്ട് പോട്ടെന്ന് വിചാരിക്കണം. കലഹം ഉണ്ടായി എന്ന് വിചാരിച്ച് അസുഖം ഉണ്ടായി, അപ്പം തന്നെ എന്താണ് വേറെ വഴി പിടിക്കാനാണ് ഈശോ പറയണത്. ഇപ്പം 50,000 പോയുള്ളൂ, ഇനി 50 ലക്ഷം പോകാതിരിക്കേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ നക്കാപ്പിച്ച കാശ് കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ബിസിനസ് വിട്ടേക്കണം. കാര്യം ബിസിനസ് എന്ന് പറഞ്ഞൊരു വിശ്വാസമാണ് ആൾക്കാർ തമ്മിൽ. തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചാൽ അത് കല്ല് മൊത്തം കടിക്കാൻ സാധ്യതയുണ്ട്. കർത്താവ് അങ്ങനെയല്ലേ? ആ ചെബുതി പുത്രന്മാരൊക്കെ ചെന്നപ്പോൾ എന്താണ് അവർ അവിടെ പ്രശ്നമായി. അപ്പോൾ ഇവരെന്താ പറയണത്? യാക്കോബും യോഹന്നാനും ആ വഴി തന്നെ പോകത്തുള്ളൂ, അവന്മാരുടെ നേരെ തീങ്ക് എന്തൊക്കെ വിട്ടാലും ശരി ഞങ്ങൾ ആ വഴി പോകുന്നതാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? എന്താ രൂപയാണ് ഒക്കെ ഉള്ളത്, ആടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ചോദിക്കും. കർത്താവ് എന്താ പറയണത്? മറ്റൊരു വഴിയെ പോയി, അതേ ഉള്ള കാര്യം. വേറെ ഒരു കാര്യം ഫ്ലോപ്പാണെന്ന് കണ്ടാൽ അടുത്ത റൂട്ട് എടുത്തേക്കണം. ആ വചനം എടുത്തേ മക്കളെ, ലൂക്ക 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. സമറിയായി പോയാലേ പ്രശ്നമുള്ളൂ. സമറിയായി പോയാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അവർ നമ്മളെ വടിവാൾ കൊണ്ട് നമ്മുടെ കൈ കാലും വെട്ടിയെടുക്കും. ഇവരാണെങ്കിൽ തീങ്കെന്ത് അങ്ങോട്ട് ഇടണം. ഇതൊന്നും ഒരു വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് ചെയ്ത് ആ സാധനം അങ്ങോട്ട് മാറ്റി, ആ വഴി അങ്ങോട്ട് മാറ്റി മറ്റൊരു വഴിയെ പോയി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ നിങ്ങളൊരു മറ്റൊരു വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ അർത്ഥമല്ല. ബ്ലോക്ക് മാറാനാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിലൊക്കെ ഒരു ബ്ലോക്ക് വന്നാണ്ടല്ല, നിങ്ങൾ ബ്ലോക്ക് മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത്, വേറെ വഴി തരാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് നാളെക്കാലം നിനക്ക് പുലിവാല് വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് കർത്താവ്. അപ്പം നീ കർത്താവിനെ പോലെ വേറെ വഴി എടുത്തേക്കണം, അല്ലെങ്കിൽ ആ സമയം പോലെ വേറെ വഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ വഴികളെന്ന് പറഞ്ഞതേ, ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇപ്പം വേറെ വചനെടുത്തേ മത്തായി 2:12. ഹെറോദേസിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. അപ്പോൾ ഒരു വഴിയെ ഉള്ളതുമ്പോൾ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, ഒരു വ്യക്തിയെ ഉള്ളതുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. അതിപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകണം, ദൈവത്തിന് വേണ്ടി അല്ലാതെ ബാക്കി എല്ലാവരെയും ദൈവങ്ങളാക്കരുത്. അപ്പം നീ ഒരു ചെറുക്കനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അവനെ കെട്ടിൽ എനിക്ക് വേണ്ടെന്ന് പറയരുത്. അവനെ കെട്ടിൽ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിൻ്റെ കർത്താവ് ദൈവം അവനാവും. അത് വിഗ്രഹാരാധനയില്ലേ? അപ്പം നീ അവിടെ അടിമയാണെന്നില്ലേ അർത്ഥം? വിഗ്രഹത്തിന് അടിമയായില്ലേ നീ? അപ്പം ദൈവത്തിന് വല്ല ബന്ധമുണ്ടോ എൻ്റെ ജീവിതത്തിൽ? എന്താ ബോധമില്ല ദൈവത്തിൻ്റെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ കാണിക്കുന്ന എല്ലാവിധ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് തന്നെ നാളെ പാമ്പ് പോലെ കഴുത്ത ചുറ്റാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ ദൈവം എടുത്ത് കളയാൻ വേണ്ടി വന്നാലും എടുത്ത് കളയിപ്പിക്കും. അവിടെ ഇരിക്കട്ടെ അത് ഞാൻ കഴുത്തോട്ട് കൊത്തുമ്പോഴായിരിക്കും അറിയണത്. പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. അതാണ് ബൈബിൾ പറയണത്. ബൈബിൾ എന്താ പറയണത്? ദൈവം മനുഷ്യനെ സരളഹൃദയമായിട്ട് സൃഷ്ടിച്ചു, സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതിനടുത്ത് സഭാപ്രസംഗം 7:29 നല്ല രസമുള്ള വചനമായിട്ടാ ഇത്. ദൈവം മനുഷ്യനെ സിമ്പിൾ ഹാർട്ട്, അതാണ് ലളിത ഹൃദയനായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഹിസ് ഓൺ ക്രിയേഷൻസ് എല്ലാം ഉണ്ടാക്കി വിട്ടത് നീ തന്നെ. വിഷയം കുളവാക്കിയത് നിങ്ങളാണെന്ന് തന്നെ ബൈബിൾ പറയണത്. നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു, ഈ വിഷയം കുളവാക്കിയത് നിങ്ങൾ തന്നെയാണെന്ന്. അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന്.
മാതാവിന് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തിയ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങിയാണ്. എൻ്റെ പേര് അഞ്ജു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ എനിക്ക് വിദേശത്ത് ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ബഹറിലേക്ക് വിസിറ്റിംഗ് വിസയായിട്ട് പോയ സമയത്ത് ബഹറിൽ ജോബ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും അമ്മയുടെ പ്രാർത്ഥനയും മാത്രമായിരുന്നു എനിക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ജീവിതമെന്ന് പറഞ്ഞാൽ. ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് 5 ഇൻ്റർവ്യൂയോളം വന്നിരുന്നു. എല്ലാവരും പറഞ്ഞിരുന്നത് എല്ലാവരും ഇൻ്റർവ്യൂ പാസ്സാക്കി വിടുമെങ്കിലും പക്ഷേ എനിക്ക് ജോലി കിട്ടത്തില്ലായിരുന്നു, ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യത്തില്ലായിരുന്നു. 5ാമത്തെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തതിന് മാത്രമായിരുന്നു എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കോൾ വരികയും തലേദിവസം ഞാൻ അമ്മയോട് അമ്മ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഈ പിറ്റേ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നതും. പിന്നീട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഉടമ്പടി ഉപ്പ് ഞാൻ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിൽ ഇട്ടിരുന്നു. ഉടമ്പടി തൈലം തേച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം ഉപയോഗിച്ചിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഓറലും റിട്ടേണും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതലും പ്രാർത്ഥിച്ചു. പ്രതിഷ്ഠീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ആഗ്രഹിച്ച് പഠിച്ച കാര്യങ്ങൾ മാത്രമായിരുന്നു അന്ന് എന്നോട് അമ്മ ചോദിച്ചിരുന്നത്. ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ്ങിന് വേണ്ടി നാട്ടിൽ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് അടുത്ത മാസം പിറ്റേ മാസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും പിന്നീട് മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കൽ ചെയ്യാൻ ഞാൻ എറണാകുളത്ത് പോകുന്ന സമയത്ത് എനിക്ക് നല്ല ജലദോഷവും കഫമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുമോ എന്ന്. പക്ഷേ ഞാൻ മെഡിക്കേഷനൊന്നും എടുത്തിരുന്നില്ല. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും മാത്രമായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തണം മാത്രമായിരുന്നു എനിക്ക് പ്രാർത്ഥന. ഞാൻ ഈ സമയത്ത് മെഡിക്കൽ പാസ്സായി. അതും കൂടാതെ ഞാൻ ബഹറിലും മെഡിക്കൽ പാസ്സായത് ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും മാത്രം ഉപയോഗിച്ചിട്ട് മാത്രമായിരുന്നു. പിന്നീട് ഞാൻ ബഹറിൽ തിരിച്ചു പോയതിന് ശേഷം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ബഹറിൻ എക്സാം ഭയങ്കര ടൈറ്റ് എക്സാമാണ്. ആ സമയത്ത് ഞാൻ ഒരുപാട് തവണ പ്രാർത്ഥിച്ചു. ആദ്യത്തെ എക്സാം ഫെയിലായിരുന്നു. പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് പിന്നീട് ഞാൻ രണ്ടാമത് ഫെയിലായ സമയത്ത് ഞാൻ ഒരുപാട് നിരാശപ്പെട്ടിരുന്നു. പക്ഷേ എനിക്കൊരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, അമ്മ മാതാവ് എന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ മാതാവ് എനിക്ക് മെഴുകുതിരിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എക്സാം എഴുതാൻ പോയ സമയത്തും കാശുരൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അമ്മ മാതാവ് ഞാൻ ടാക്സി കയറുന്ന സമയത്ത് ആ ടാക്സി ഡ്രൈവറിൻ്റെ ഉടുപ്പ് നീല കളറിലായിരുന്നു. പിന്നീട് എനിക്ക് എക്സാം ഹാളിൽ ചെന്നപ്പം ഒരു ഗ്രേ കളർ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൂടെ കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് അന്ന് തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ എക്സാം റിസൾട്ട് പിറ്റേ ദിവസമായിരുന്നു വന്നത്. ആ സമയത്ത് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഓൾറെഡി ഉടമ്പടിയൊക്കെ എടുത്ത ഫ്രണ്ടാണ്. പുള്ളിക്കാരി എന്നെ വളരെയധികം ട്രെയിൻ ചെയ്തു. എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു. പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ പാസ്സായി. പിറ്റേ ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷമാണ് പാസ്സായത്. കൂടിയതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്ത്. ഞാനൊരു 80% മാർക്കാണ് ചോദിച്ചത്. പക്ഷേ അമ്മ എനിക്ക് 82% മാർക്ക് തന്ന് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഡെയിലി ബ്രെഡ് എന്നും കൂടാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കൂടാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി പത്രങ്ങളെല്ലാം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കൂടാറുണ്ട്. ചാരിറ്റിയിൽ ഞാൻ പൈസ അയക്കാറുണ്ട്. പിന്നെ ആവശ്യമെന്ന് തോന്നുന്നവർക്ക് പൈസ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. സങ്കീർത്തനങ്ങൾ 71 അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അഞ്ജു മോളിയസ് പത്തനംതിട്ട തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് ജോലി ലഭിച്ചതും അതിനെ സംബന്ധിച്ച് നേഴ്സായിട്ട് ജോലി ചെയ്യുമ്പോൾ
അതിനെ തുടർന്നുണ്ടായ എക്സാം ഇൻ്റർവ്യൂവിലാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടൽ അഞ്ജു മോളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടിയാണെങ്കിലും ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്തത്. എന്നാലും ഇൻ്റർവ്യൂവിലാണെങ്കിലും എക്സാമിലാണെങ്കിലും ആദ്യ തവണ ഫെയിലാകുമ്പോൾ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറച്ച ആത്മധൈര്യം തന്നെയാണ് മുമ്പോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മ അഞ്ജുമോൾക്ക് വളരെയേറെ ധൈര്യം നൽകി അനുഗ്രഹിക്കുക ചെയ്യുന്നത്. കാരണം നാട്ടിലെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ബഹ്റിനിലേക്ക് തിരിച്ചു ചെല്ലുമ്പോഴും അവിടെ പരിശുദ്ധ അമ്മ തനിക്കൊരു സുരക്ഷിതമായ വലയം ഒരുക്കി നിർത്തി എന്നുള്ളത് തന്നെയാണ് ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ആദ്യം തന്നെ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നന്ദന, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 26/5/26 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞാണ് എനിക്ക് ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഇവിടെ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവിടെ വരാൻ പറ്റി. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. വർഷങ്ങളായിട്ട് 3 വർഷമായി ഞാനിപ്പം അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കടങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയാൽ മാത്രമേ എൻ്റെ കുടുംബം എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു. പക്ഷേ ഓഫർ ലെറ്റർ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഓഫർ ലെറ്റർ വന്നു. പക്ഷേ അതിൽ ഒരുപാട് താമസങ്ങളായി. 1 മാസം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പിന്നെ മാതാവിനോട് അത് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്താണ്, എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് കഴിയാറായി, അതിനു മുമ്പ് എനിക്ക് ചെന്നാൽ മാത്രമേ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ, ഇനിയും പൈസ അടയ്ക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. പെട്ടെന്ന് തന്നെ ഏജൻറ്റ് വന്ന് മെസ്സേജ് അയച്ചു, ഒരു ദിവസം കോട്രാബായിക്ക് അപ്ലൈ ചെയ്യണം, പൈസ വേണമെന്ന്. പൈസയൊന്നുമില്ല. പക്ഷേ എവിടുന്നോ ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിൽ സംസാരിച്ചു. അവർ പൈസ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കോട്രാബായി അപ്ലൈ ചെയ്തു. താമസം എടുക്കുമെന്ന് പറഞ്ഞു, ഓൺലൈൻ വഴി ആയതുകൊണ്ട്. പക്ഷേ 2 മാസം എന്നുള്ളത് 1 മാസം കൊണ്ട് എനിക്ക് കോട്രാബായിയുടെ റിസൾട്ട് കിട്ടി. അപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അറ്റസ്റ്റേഷൻ അപ്ലൈ ചെയ്യണം, കോളേജിൽ നിന്ന് പേപ്പറുകൾ വാങ്ങണം, കോളേജിൽ പോകണമെങ്കിലും താമസമാവും, വേഗം തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പോയി പേപ്പർ വാങ്ങാനുള്ള സമയമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് മെസ്സേജ് അയച്ചു, കൂടെ ഉള്ളവരോട് പറഞ്ഞു, അവിടുത്തെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. എനിക്ക് അവിടുന്ന് ആദ്യം തന്നെ കൊറിയർ അയച്ചു തന്നു എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഞാൻ അറ്റസ്റ്റേഷൻ അപ്ലൈ ചെയ്തു. അറ്റസ്റ്റേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും വന്നു. എല്ലാം ഓരോ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥന കൂടിയതിന് ശേഷം മാത്രമാണ് എനിക്ക് എല്ലാത്തിനും, അതും ഉച്ച കഴിഞ്ഞ് മാത്രമാണ് എനിക്ക് എല്ലാത്തിൻ്റെയും മറുപടികൾ ഏജൻറ്റ് തരാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിയതിന് ശേഷം മാത്രമാണ് എനിക്കിതിൻ്റെ എല്ലാം മറുപടികളും റിസൾട്ടുകളും തരാൻ തുടങ്ങിയത്. അങ്ങനെ എന്നോട് പറഞ്ഞു വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഒരു മറുപടിയില്ല. പുള്ളി പറയുന്നു 2 ആഴ്ച എടുക്കണ്ട, ഇതുവരെ ഒന്നും വരുന്നില്ല നന്ദന എന്ന് പറഞ്ഞു. അങ്ങനെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടങ്ങളായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ചൊവ്വാഴ്ച അമ്മയുടെ ധ്യാനം കൂടിക്കഴിയുമ്പോൾ ആദ്യ ചൊവ്വാഴ്ച എനിക്ക് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ ചൊവ്വാഴ്ച ഒരു 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു പേപ്പർ അയച്ചതിൽ ഒരു വാക്കിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടെ അയക്കണം, റിജക്റ്റായി നന്ദന എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്തായാലും മാതാവിൻ്റെ ഇഷ്ടമെന്തോ അത് തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമതും പിന്നെ അത് വേറൊരു വാക്കിനാലും എന്തോ ഒരു ഇതിൽ ഒന്ന് റിജക്റ്റായി. അങ്ങനെ എല്ലാം ദിവസങ്ങളുള്ളിലെല്ലാം എനിക്ക് ആ റിജക്ഷൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കറിയില്ല എന്താ ഞാൻ ഇനി ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മെഴുകുതിരിയിൽ പ്രാർത്ഥിക്കുന്നിടയിൽ മെഴുകുതിരിയിൽ എനിക്ക് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അതെൻ്റെ വീട്ടിലുള്ളവരെല്ലാം വിളിച്ച് കാണിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ പ്രാർത്ഥിക്കുന്നതിന് മാതാവ് കൂടെ ഉണ്ടെന്ന്. അത് അറിഞ്ഞു 3-ാമത്തെ ദിവസം ഏജൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, നന്ദന വിസ വന്നിട്ടുണ്ട്,
മെഡിക്കലിന് എടുക്കാം. അങ്ങനെ മെഡിക്കലിന് ഡേറ്റ് എടുത്തു. അത്രയും ദിവസം ഇല്ലാത്ത പനി, എവിടുന്നോ പനിയും ശ്വാസം മുട്ടലുകളുമായി. അങ്ങനെ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, തൈലം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ മെഡിക്കലിൽ ഡേറ്റ് എടുത്തു. എറണാകുളത്ത് മെഡിക്കലിൽ പോകാൻ നേരം ഒട്ടും വയ്യ, ഞാൻ തളർന്നു പോയി, എനിക്ക് ഒട്ടും വയ്യ. ഓൾറെഡി എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാൻ അതിന് ഓൾറെഡി മാതാവിനോട് ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ വയ്യാതായി. മെഡിക്കലിന് കയറി, എക്സ്റേ എടുത്തപ്പോൾ എന്നോട് ആ കൂടെ നിന്ന് ആ സ്റ്റാഫ് പറഞ്ഞു, ഇങ്ങനെ ടെൻഷൻ അടിക്കല്, എക്സ്റേയിൽ വേരിയേഷൻ വരും, റിജക്റ്റ് ആവുകയുള്ളൂ എന്ന്. അപ്പം അതിന് തലേദിവസം ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ വാങ്ങിച്ചു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അവരോട് പറഞ്ഞു നോക്ക്, വിധി ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതും കൂടെ ആയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടത്തിലായി. ഞാൻ മാതാവിനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കാശി രൂപം പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചാണ് ഞാൻ കാറിൽ പോയത്. അവിടെ ചെന്നു, മെഡിക്കൽ കഴിഞ്ഞു, ഉറപ്പായി മെഡിക്കൽ കിട്ടത്തില്ല എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മെറിറ്റിൽ ഇനി എനിക്ക് ഒന്നും കിട്ടത്തില്ല, അമ്മയുടെ കൃപയാൽ മാത്രമേ എനിക്കിനിയും മെഡിക്കൽ പാസ്സാവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉച്ച 2 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, അച്ഛൻ പോയി റിസൾട്ട് വാങ്ങിച്ചോ, ഞാൻ തോറ്റുപോകും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോള് പേടിക്കണ്ട, മാതാവുണ്ടല്ലോ, മോളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. 2 മണിക്ക് റിസൾട്ട് വാങ്ങാൻ ഞങ്ങൾ 1:30 കഴിഞ്ഞപ്പോൾ കയറി ചെന്നു. അച്ഛനും അമ്മയും അവർ പറഞ്ഞു ഫിറ്റായി എന്ന്. എനിക്ക് മാതാവ് തന്നത്, അല്ലാതെ എൻ്റെ കൃപയാൽ, എൻ്റെ മെറിറ്റിലല്ല എനിക്ക് ആ മെഡിക്കൽ ഫിറ്റായത്. കാരണം ഞാൻ അതുപോലെ വയ്യാതെ, വൈകുന്നേരമായപ്പോൾ ഞാൻ അത്രയും വയ്യാതായി, എൻ്റെ മുഖം മൊത്തം പാടുകൾ വന്നു, അതുപോലെ എനിക്ക് അസുഖങ്ങളായിപ്പോയി പെട്ടെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു ഇതിൽ ഞാൻ പ്രാർത്ഥിച്ച് തന്നെ ആ കാറിനകത്തിരുന്നു. അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. 11:30 അച്ഛൻ്റെ ധ്യാനം കൂടി. ഞാൻ ആ കാറിനകത്തിരുന്ന് ധ്യാനം കൂടി. എന്നിട്ടാണ് ഞാൻ റിസൾട്ട് വാങ്ങിക്കാൻ പോകുന്നത്. അങ്ങനെ മെഡിക്കലിൽ ഞാൻ ഫിറ്റായി. അന്ന് തന്നെ സ്റ്റാമ്പിങ്ങിന് അയക്കാൻ പറഞ്ഞു പുള്ളി, ഏജൻറ്റ് സ്റ്റാമ്പിങ്ങിന് അയക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റാമ്പിങ്ങിന് അയച്ചു. ഈ ഞായറാഴ്ച 19-ാം തീയതി രാവിലെ 3 മണിക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടി. 3 മണിക്ക് അമ്മയോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്കിത് തന്നാൽ ഞാൻ അമ്മ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ വന്ന് പറഞ്ഞേക്കാമെന്ന്. ഒരുപാട് വിശ്വാസമുള്ള വ്യക്തിയാണ്. പക്ഷേ 1 മാസം കൊണ്ട് ഉടമ്പടി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ എനിക്ക് സാധിച്ചു തന്നത്. അതിനെനിക്ക് അമ്മയോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാനൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ ഭയങ്കര സങ്കടങ്ങളാണ്. ഞാൻ അവരോട് പ്രാർത്ഥിച്ചിട്ടാണ് അവരോടൊക്കെ നിൽക്കാറ്. പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യും. അതിലും വലിയ എൻ്റെ ഏറ്റവും വലിയ അതായിരുന്നു, മാതാവിനെ കാണണം, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് മാത്രം എന്താന്ന്, അന്നാണ് മാതാവ് എനിക്ക് മെഴുകുതിരിയിൽ അത്ഭുതം കാണിച്ചു തന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഓരോ ധ്യാനം എടുക്കുമ്പോഴും അച്ഛൻ പറയാറുണ്ട്, മോർണിംഗ് ഡെയിലി ബ്രെഡ് കയറുമ്പോഴും അച്ഛൻ പറയും നാളെ സർട്ടിഫിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആ സർട്ടിഫിക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഇനി എൻ്റെ കുറേ നിയോഗങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗവും ഇതായിരുന്നു. മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാനിവിടെ വന്നു, ഇനി പുറത്തോട്ട് പോവുകയാണ്. ഇനി 1 വർഷം കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റുള്ളൂ. അതുവരെയും ഞാൻ മാതാവിൻ്റെ കൂടെ തന്നെ ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇത്രയും നല്ലൊരു നന്ദി തന്നതിന് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് നന്ദി പറയുവാണ്. ഞാൻ കുവൈറ്റിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്ന ജോലിയിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി തന്നെയാണ് എനിക്ക് അവിടെയും കിട്ടിയത്. പത്രം ഞാൻ പോകുന്ന വഴികളിൽ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ചില കടകളിലൊക്കെ കയറുമ്പോൾ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പത്രങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു പ്രാർത്ഥന, ഒരു ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്ത് പോയി പ്രേക്ഷപ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നോട് പറയുന്നവരോടൊന്നും ഞാൻ അവരെ കൈവിടില്ല, എല്ലാ സഹായങ്ങളും ചെയ്യും. പിന്നെ ഈ കുഞ്ഞുങ്ങൾ വയ്യാന്നൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ പൈസ അയച്ചു ഞാനിങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടി എൻ്റെ കുടുംബത്തെ റെഡിയാക്കുന്നതിനൊപ്പം തന്നെ എനിക്കൊരു കുഞ്ഞിനെ പഠിപ്പിക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മാതാവ് അനുഗ്രഹിച്ച ഞാനൊരു കുഞ്ഞിനെ അതിന് വേണ്ട ചിലവുകൾ നോക്കി പഠിപ്പിക്കും. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയിലും ധ്യാനം കൂടും. ഡെയിലി ബ്രെഡ് മുടങ്ങത്തേയില്ല. വൈകുന്നേരത്തെ അച്ഛൻ്റെ പ്രയർ, സായാഹ്ന പ്രാർത്ഥന ഞാൻ കൂടും. അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ ബാക്കിൽ ഇങ്ങനെ പുറത്ത് കുറേ കുരുക്കൾ വന്നിട്ട് ഇങ്ങനെ ആഗ്നെ പോലെ മാറാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഡോക്ടറെ ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദ, ഹോമിയോ ഒക്കെ കഴിച്ചു, മാറുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും അത് പുറത്ത് തേക്കുമായിരുന്നു. എൻ്റെ ആ പുറത്തെ പാടുകളും കുരുക്കളും എല്ലാം മാറി. ഒരു മരുന്നും ഇല്ലാതെ 3-4 ദിവസം കൊണ്ട് എൻ്റെ ആ പുറത്തെ ചൊറിച്ചിലും ആ കുരുക്കളും പാടുകളും എല്ലാം മാറി.
ഒരുപാട് ഡോക്ടറുകളെ കണ്ടു, ഒരുപാട് കാശ് ഞാൻ ചിലവാക്കിയതാ. പക്ഷേ എൻ്റെ എല്ലാം ആ ഉടമ്പടി തൈലം തേച്ച് ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. എല്ലാം തന്നെ ഈശോയ്ക്കും തിരുകുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു. ഇനി അങ്ങോട്ടും ഉടമ്പടിയിലൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. ഇനി അങ്ങോട്ടുള്ള ജീവിതവും അമ്മ മാതാവിനും കൂടെ ഒപ്പമായിരിക്കും. വാക്കുകൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മാനുഷിക ശക്തി പലപ്പോഴും പരിമിതമാണ്. എന്നാൽ ഉടമ്പടിയിൽ പരിമിതമായ മാനുഷിക ശക്തിയേക്കാളും നമ്മെ ഉയർത്തുന്നത് ആ ദൈവശക്തിയാണ്. ഉടമ്പടിയിൽ വിശ്വാസത്തോടെ നിബന്ധനകൾ പാലിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊരു പുതിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പുതിയ ജീവിതം, ആത്മീയതയിലേക്കുള്ള ഒരു ജീവിതം. ജീവിതത്തിൽ നിരാശയോ രോഗമോ ക്ഷീണമോ കുടുംബ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഈ സാഹചര്യങ്ങളിലെല്ലാം പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നിലകൊള്ളുമ്പോൾ, ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ വചനം പറയുന്നത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ളൊരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നന്ദന എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമൊക്കെ ഉടമ്പടിയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും ഒക്കെ കേട്ടിരുന്നെങ്കിലും പിന്നീട് സ്വന്തമായൊരു വിശ്വാസത്തോടെയാണ് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെയാണ് നന്ദിനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടായിരുന്നു. വിദേശ രാജ്യത്ത് പോയി ഒരു ജോലി. അനസ്തേഷ്യൻ ടെക്നീഷ്യനായ ഈ മകള് അമ്മയോട് അതാണ് നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. 3 മാസമാണ് ഒരു ഉടമ്പടി. ആദ്യത്തെ മാസം തന്നെ ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത ഉടനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഈ മകൾക്ക് ഈ ജോലി ലഭിച്ചത്. കാരണം ഈ മകൾ തന്നെ പറയുന്നുണ്ട്, മെഡിക്കലിന് പോയപ്പോൾ ഞാൻ ആക്ച്വലി അൺഫിറ്റാണ്. കാരണം ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെയെല്ലാം നമുക്ക് മെറിറ്റ് ഇല്ലാത്തപ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്കവിടെയെല്ലാം അത് ഫേസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാര്യത്തിലും മെഡിക്കൽ പാസ്സാകാൻ സാധിച്ചത്. അത് ഈശോയുടെ ഒരു കൃപയാലാണ്. പിന്നീട് ഓരോ കാര്യങ്ങളും വിസയും ടിക്കറ്റുമെല്ലാം പെട്ടെന്ന് തന്നെയാണ് ശരിയായത്. അതും എത്രയും പെട്ടെന്നാണ് ഈ മകൾ കുവൈറ്റിന് പോകുന്നത്. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയിലാണെന്നാണ് വീണ്ടും വീണ്ടും ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥയിലൂടെയാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നത്. ഈ മകൾക്കും അതുപോലെ തന്നെയാണ്. മകൾ പറഞ്ഞത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തു വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. എല്ലാ ദിവസവും ഡെയിലി ബ്രെഡും അച്ഛൻ്റെ ധ്യാനവും എല്ലാം വിശ്വാസത്തോടെ നിബന്ധനകൾ പാലിച്ച്, അതുകൊണ്ട് തന്നെയാവാം 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ 1 മാസത്തിനുള്ളിൽ ഈ മകൾക്ക് നന്ദനയ്ക്ക് അതിനുള്ള ഒരു ആത്മീയ ആസ്തി കിട്ടിയത്, ഒരു അനുഗ്രഹം കിട്ടിയത്. ഉടമ്പടിയിൽ ചിലപ്പോൾ നമ്മൾ 3 വർഷമായിരിക്കാം ചിലവാക്കുന്നത്, പക്ഷേ നിബന്ധനകൾ പാലിച്ചില്ലായിരിക്കാം. പക്ഷേ നന്ദന ഉടമ്പടിയിൽ വന്നപ്പോൾ തന്നെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഡെയിലി ബ്രെഡും ധ്യാനവും പ്രാർത്ഥനകളും എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാവാം എത്രയും പെട്ടെന്ന് തന്നെ ഉടമ്പടി അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലൂടെ ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹമാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മകൾ ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ ശേഷം കുവൈറ്റിന് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിലായിരിക്കുമ്പോൾ മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമുക്ക് ഉറപ്പ് നൽകും. ഉടമ്പടിയിൽ ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദനയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും എല്ലാ ഈ ജോലി കിട്ടിയതും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ സന്മനസ്സിനെല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്